അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം മൈ വൈ ബൈ കല്യാണി വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് സുഹൃത്തുക്കളെ. പഴയ ഇഷ്യൂ ഒക്കെ തന്നെയാണ് സംഭവം. മൈ വൈ ബൈ കല്യാണിയും ഡോക്ടർ നിലൂഫറും തമ്മിലുള്ള പ്രശ്നം ഉണ്ടല്ലോ, അതൊക്കെ തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കല്യാണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതോടെയാണ് ഇവർ തമ്മിലുള്ള ഇഷ്യൂ വീണ്ടും ചർച്ചയാവുന്നത്. ഡോക്ടർ നിലൂഫറും കല്യാണും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഡോക്ടർ നിലൂഫറിന് ദെയർഫോർ ഐ ആം എന്ന് പറയുന്ന ഒരു സ്കിൻ ക്ലിനിക് ഉണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി കല്യാണി ചെന്നിട്ടുണ്ടായിരുന്നു. കണ്ണി കണ്ട ക്രീം എല്ലാം വാരി തേക്കുന്നതാണല്ലോ കല്യാണിയുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അത് കാരണം കല്യാണിയുടെ മുഖം ആകെ ഡാമേജ് ആയി. അതിന് പിന്നാലെയാണ് ഡോക്ടർ നിലൂഫറിന്റെ ക്ലിനിക്കിലേക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണി ചെല്ലുന്നത്. സ്കിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആണല്ലോ. അതുകൊണ്ട് തന്നെ കല്യാണിക്ക് ഒരു ആഗ്രഹം സ്കിൻ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കിട്ടണം. വലിയ വ്ളോഗർ ഒക്കെ അല്ലേ ഈ പറയുന്ന കല്യാണി. അതുകൊണ്ട് തന്നെ ഈ ക്ലിനിക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തു തരാം, പകരം എനിക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് തരണം എന്നുള്ള രീതിയിൽ കല്യാണി ക്ലിനിക്കിൽ ചെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ക്ലിനിക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രീമിയം ക്ലിനിക്കാണ്. മഞ്ജു വാര്യറും അതുപോലെ തന്നെ സംയുക്ത വർമ്മയും ഒക്കെ ഈ ക്ലിനിക്കിന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ കൊളാബിന്റെയും പ്രൊമോഷന്റെയും ഒന്നും ആവശ്യമില്ല എന്ന് ഈ ക്ലിനിക്കുകാർ നേരെ കല്യാണിയോട് അങ്ങോട്ട് പറഞ്ഞു. ചേച്ചി തൽക്കാലം കാശ് വെക്കുന്നുള്ള നിലപാടായിരുന്നു ക്ലിനിക്കുകാർക്ക് ഉണ്ടായിരുന്നത്. ഇത് കല്യാണിയെ നല്ല രീതിയിൽ അങ്ങ് ചൊടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. അതിനിടയിൽ കല്യാൺ എന്ത് ചെയ്തു, വേറൊരു ക്ലിനിക്കിൽ ചെന്ന് അന്വേഷിക്കുകയും അവർ കല്യാണിയുമായി കൊളാബ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. അതോടെ കല്യാണിക്ക് ഡോക്ടർ നിലൂഫറിന്റെ ക്ലിനിക്കിൽ നിന്നും എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായി. പക്ഷേ ഡോക്ടർ നിലൂഫറിന്റെ ക്ലിനിക്കിൽ കല്യാണിയുടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ട്രീറ്റ്മെന്റ് പൂർത്തിയാകാതെ മറ്റൊരു ക്ലിനിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് കയ്യിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കല്യാണം എന്താക്കി ഭർത്താവിനെയും കൂട്ടി ഡോക്ടർ നിലൂഫറിന്റെ ക്ലിനിക്കിലേക്ക് ചെന്നു. ഇവർ ചെയ്ത ട്രീറ്റ്മെന്റിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ചോദിച്ചു. പക്ഷേ പെട്ടെന്ന് ഒന്ന് ഡോക്യുമെന്റ് ചോദിച്ചതുകൊണ്ട് ക്ലിനിക്കുകാർ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞിരുന്നത് ക്ലിനിക്കുകാർ ബില്ല് പോലും തരാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ക്ലിനിക്കുകാർ പറയുന്നത് കല്യാണിക്ക് ബില്ലും ഡീറ്റെയിൽസും എല്ലാം മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംഭവം ആകെ അലമ്പായി. കല്യാണിയും ഭർത്താവും കൂടി നേരെ ക്ലിനിക്കിൽ പോയി കച്ചറുണ്ടാക്കി അലമ്പുണ്ടാക്കി. അതോട് പോലീസ് കേസായി. ഡോക്ടർ നിലൂഫർ കേസ് കൊടുത്തു, കല്യാണിയും കേസ് കൊടുത്തു. ഇതിനുശേഷം തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നിലൂഫർകാരൻ രംഗത്ത് വരികയും ചെയ്തു. പക്ഷെ പിന്നീട് എല്ലാം കേസായതോടെ എല്ലാം നിയമപരമായി മുന്നോട്ട് നീങ്ങട്ടെ എന്നുള്ളതായിരുന്നു ഡോക്ടർ നിലൂഫറിന്റെയും കല്യാണിയുടെയും പക്ഷം. അതിനിടയിലാണ് കല്യാണി നില ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത്. ഡോക്ടർ നിലൂഫറിനും അവരുടെ ക്ലിനിക്കായിട്ടുള്ള ദെയർഫോർ ഐ ആമിനും ഇന്ത്യയിൽ ചികിത്സ നടത്താനുള്ള യാതൊരുവിധ ലൈസൻസും ഇല്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കല്യാണി ഇവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്, ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ആരോപിച്ചിട്ടുള്ളത്. തന്റെ കയ്യിൽ ഇതെല്ലാം തെളിയിക്കാനുള്ള തെളിവുകൾ ഉണ്ടെന്നും കല്യാണി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും കല്യാണിയുടെ പോസ്റ്റ് ഒന്ന് വായിച്ചുതരാം. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എന്റെ ചികിത്സാ അനുഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ടെന്നറിയാം. ഇതുവരെ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് ബോധപൂർവമാണ്. ഇത് നിയമപരമായി നടപടികളുടെ ഭാഗമായതിനാൽ ഈ പ്രക്രിയ മാനിച്ചുകൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചത്. പ്രതികരിച്ചില്ലെന്നോ? ഈ വിഷയം തുടങ്ങി വെച്ചതിന് നിങ്ങളല്ലേ കല്യാണി ചേച്ചി. പിന്നീട് ഈ വിഷയത്തിൽ വിശദീകരണം നൽകിക്കൊണ്ട് 25 മിനിറ്റ് വീഡിയോയും കല്യാണി ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രം പറയരുത്. കല്യാണിക്ക് പറയാനുള്ളതെല്ലാം കല്യാണി മുമ്പ് ഒരു തവണ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് കേസ് ആയതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണെന്നാണ് കരുതിയത്. എന്തായാലും ഈ വിഷയം ഒന്ന് കെട്ടടങ്ങിയപ്പോഴേക്കും വീണ്ടും ആളിക്ക് എത്തിക്കാൻ വേണ്ടി കല്യാണി ചേച്ചി തന്നെ വന്നല്ലോ, സന്തോഷം. നമ്മൾ എന്തായാലും ബാക്കിയൂടെ അയച്ചു നോക്കാം. എന്നാൽ ചില വസ്തുതകൾ പങ്കുവെക്കേണ്ട ആവശ്യമാണെന്ന് തോന്നുന്നു. ഇവ എന്റെ വാക്കുകളല്ല, ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാപനങ്ങൾ രേഖാമൂലം സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ കേസ് കൊടുത്തെങ്കിലും ഒരു സൈഡിലൂടെ കല്യാണിയുടേതായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എന്നർത്ഥം. കല്യാണിയുടെ ഇമേജ് നല്ല രീതിയിൽ ബാധിച്ചൊരു വിഷയമാണല്ലോ ഇത്. സോ ഡോക്ടർ നിലൂഫർ ഖാന്റെയും അവരുടെ ക്ലിനിക്കിന്റെയും എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടെത്തി തന്റെ ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി കല്യാണി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റൂല. സോ തന്റെ അന്വേഷണത്തിലൂടെ കല്യാണി കണ്ടെത്തിയത് എന്തെല്ലാമാണെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD USA രേഖാമൂലം സ്ഥിരീകരിച്ചത് അവർ കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ നിലൂഫറിന്റെ ക്വാളിഫിക്കേഷനാണ് കല്യാണി കയറി പിടിച്ചിട്ടുള്ളത്. ഡോക്ടർ നിലൂഫറിനെയും അവരുടെ ക്ലിനിക്കിനെയും നാണം കെടുത്താൻ ഇതിനും വലിയൊരു വഴി വേറെ ഇല്ലല്ലോ. യാതൊരു ലൈസൻസോ ക്വാളിഫിക്കേഷനോ ഇല്ലാതെയാണ് ഡോക്ടർ നിലൂഫർ ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞ ക്ലിനിക്ക് നടത്തുന്നത് എന്ന് തെളിയിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിൽ പരം വേറെ ഒന്നും ഇല്ലല്ലോ. അതോടെ തീർന്നുമല്ല. എന്തായാലും ഡോക്ടർ നിലൂഫറിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ വായിച്ചുതരാം. ഡോക്ടർ ഫാത്തിഫ നിലൂഫർ ഷെരീഫ് ഹോൾഡ് ആൻ MBBS ഡിഗ്രി അഫിലിയേറ്റഡ് വിത്ത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് alongside an MSc in dermatology aesthetic medicine from UK and advanced international training in laser injectables, cosmetic chemistry and thread lifts from the USA and Singapore. ഓക്കെ, അപ്പൊ ഇതിൽ US-ൽ നിന്നും കോസ്മെറ്റിക് കെമിസ്ട്രിയിൽ അഡ്വാൻസ്ഡ് ട്രെയിനിങ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. ആ ഒരു പോയിന്റാണ് കല്യാണി പിടിച്ചിട്ടുള്ളത്. അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജിയിൽ കോസ്മെറ്റിക് കെമിസ്ട്രി പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് തന്റെ അന്വേഷണത്തിൽ നിന്നും കല്യാണി കണ്ടെത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്ന ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കല്യാണി പറഞ്ഞ് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ചെയ്ത് നോക്കി. ആക്ച്വലി കല്യാണി പറഞ്ഞ് ശരിയാണെന്നാണ് ഗൂഗിൾ പറയുന്നത്. അതായത് അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജിയിൽ കോസ്മെറ്റിക് കെമിസ്ട്രിയിൽ ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഗൂഗിളിൽ പറയുന്നത്. ഞാൻ
ഞാനത് സൈഡിൽ കൊടുക്കാം. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഈ അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ ഈ ഡെർമറ്റോളജിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ അക്കാഡമിയാണ്, അഥവാ ഓർഗനൈസേഷൻ ആണ്. ഈ അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിയിൽ നിന്ന് തന്നെയാണോ നിലൂഫർ ട്രെയിനിങ് എടുത്തത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഗൂഗിളിൽ പറഞ്ഞത് ഡോക്ടർ നിലൂഫർ അമേരിക്കയിൽ വെച്ച് കോസ്മെറ്റിക് കെമിസ്ട്രിയിൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിയിൽ നിന്നും ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എന്ന് സ്പെസിഫിക് ആയി എവിടെയും പറയുന്നില്ല. അമേരിക്കയിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഈ പറഞ്ഞ ഡോക്ടർ നിലൂഫറിന് കോസ്മെറ്റിക് കെമിസ്ട്രിയിൽ ട്രെയിനിങ് എടുക്കാമല്ലോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ബാക്കി വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഡോക്ടർ നിലൂഫർ എവിടെയെങ്കിലും താൻ അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിയിൽ നിന്നും ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവരുടെ നെയിം ബോർഡിൽ ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഇവർ കൊടുത്തിട്ടുണ്ടോ? ഈ ഒരു ക്വാളിഫിക്കേഷൻ അഡ്വർടൈസ് ചെയ്തിട്ടാണോ ഡോക്ടർ നിലൂഫർ രോഗികളെ ചികിത്സിച്ചിരുന്നത് എന്നാണ് ചോദ്യം. ഡോക്ടർ നിലൂഫറിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ഈ ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ. അവരുടെ ക്ലിനിക്കിൽ പോയി അവരുടെ നെയിം ബോർഡിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. സോ അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിയിൽ നിന്നും താൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എന്ന് നിലൂഫർ എവിടെയെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഡോക്ടർ നിലൂഫർ കോസ്മെറ്റിക് കെമിസ്ട്രി മാത്രമല്ല വിദേശത്ത് പോയി പഠിച്ചത്. അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ ട്രെയിനിങ് ഇൻ ലേസർ ഇൻജെക്ടബിൾസ്, കോസ്മെറ്റിക് കെമിസ്ട്രി, ത്രെഡ് ലിഫ്റ്റിംഗ്സ്, ഇതെല്ലാം USA-ലും സിംഗപ്പൂരിലും പോയി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ വായിച്ച ഗൂഗിൾ ഇൻഫർമേഷനിൽ പറയുന്നത്, അല്ലേ? സോ ഇതിൽ പറയുന്ന ലേസർ ഇൻജെക്ടബിൾസിന്റെ ട്രെയിനിങ് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിയിൽ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഡോക്ടർ നിലൂഫർ തന്നെ വിശദീകരണം തരേണ്ട ഒരു വിഷയമാണിതെന്ന് തോന്നുന്നു. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ പറയുന്ന നിലൂഫർ തന്നെ വെളിപ്പെടുത്തട്ടെ, അല്ലേ? എന്തെങ്കിലും ഉടായ്പ ഉണ്ടെങ്കിൽ നമ്മൾ കല്യാണിക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ഡോക്ടറെ എക്സ്പോസ് ചെയ്യുന്നതാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ഡോക്ടർ നിലൂഫർ ഖാൻ MBBS കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വെക്കാം, അതുപോലെ തന്നെ പുള്ളിക്കാർ MSc എടുത്തിട്ടുണ്ട്. പക്ഷെ കല്യാണിക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് ഇത്രയും കാലം ഓരോ ക്രീമുകളും ബ്യൂട്ടി പ്രൊഡക്റ്റുകളും പ്രൊമോട്ട് ചെയ്തിരുന്നത്? അല്ല, ഡോക്ടർ നിലൂഫർ ഖാന്റെ ക്വാളിഫിക്കേഷൻ തിരിയാൻ പോകുന്ന ആള് സ്വയം ഇങ്ങനെയെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രൊമോഷന്റെ പേരിൽ എത്ര പേരെയാണ് കല്യാണി പറ്റിച്ചിട്ടുള്ളത്? ഇതിപ്പോ ഡോക്ടർ നിലൂഫർ കല്യാണിയുമായി കൊളാബ് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഡോക്ടർ നിലൂഫറിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നേനെ. അപ്പൊ പിന്നെ കല്യാണിക്ക് ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമേ ആവില്ലായിരുന്നു. അല്ല, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. എന്തായാലും കല്യാണിയുടെ പോസ്റ്റിന്റെ ബാക്കി കൂടി വെച്ച് നോക്കാം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി താങ്കളുടെ ഔദ്യോഗിക രജിസ്റ്ററിൽ ബന്ധപ്പെട്ട വ്യക്തിക്ക് യാതൊരു രജിസ്ട്രേഷനും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഡോക്ടർ നിലൂഫറിന് കേരള മെഡിക്കൽ സ്റ്റേറ്റ് കൗൺസിലിന്റെ അംഗീകാരം ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കേരളത്തിൽ ഒരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ അവകാശമില്ല, ലൈസൻസ് ഇല്ല എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരിക്കണം ഡോക്ടർ നിലൂഫർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാണെങ്കിൽ കേരളത്തിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്ന ഡോക്ടർമാരോ മറ്റു ബന്ധപ്പെട്ട വിദഗ്ധമാരായിട്ടുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവർ അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പിന്നെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഡോക്ടർ നിലൂഫർ MBBS പഠിച്ചത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്നാണ് ഗൂഗിൾ ആദ്യം കണ്ടത്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അഫിലിയേറ്റഡ് വിത്ത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് കണ്ടപ്പോൾ എനിക്ക് സംശയമായി. കാരണം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ MBBSഉം മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളും എല്ലാം അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലല്ലോ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അഥവാ കുഹാസ് ആണല്ലോ. അത് മാത്രമല്ല കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചൊരു ഡോക്ടർ ഇത്രയും കാലമായിട്ടും കേരള മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമാണ്. സോ ഈ രണ്ട് സംശയങ്ങൾ തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഗൂഗിൾ സെർച്ച് ചെയ്തു. പക്ഷെ ഇത്തവണ ഗൂഗിൾ പറയുന്നത് ഡോക്ടർ നിലൂഫർ MBBS എടുത്തിട്ടുള്ളത് മാംഗ്ലൂരിലെ പ്രശസ്ത കോളേജായിട്ടുള്ള എന്നെ പോയ മെഡിക്കൽ കോളേജിലാണെന്നുള്ളതാണ്. ഇതിപ്പോ വന്നപ്പോൾ ഗൂഗിളിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും കല്യാണിക്ക് പറയാനുള്ള ബാക്കിയോട് അയച്ചു നോക്കാം. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് ഹെൽത്ത് തിരുവനന്തപുരം ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതും മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. Therefore I am എന്ന് പറയുന്ന ക്ലിനിക്ക് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള യാതൊരുവിധ രജിസ്ട്രേഷനും നടത്താതെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആരോപണമാണ്. ഇതെല്ലാം വെറുതെ പറയുന്നതല്ല, തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്നൊക്കെയാണ് കല്യാണി അവകാശപ്പെടുന്നത്. നിയമവകാശം വഴി തനിക്ക് ലഭിച്ച വിവരങ്ങളാണെന്നൊക്കെയാണ് ഈ പറഞ്ഞ കല്യാണി പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള എല്ലാവിധ രേഖകളും തന്റെ കയ്യിൽ ഉണ്ടെന്നും കല്യാണി തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. ഈ മൂന്ന് സ്ഥിരീകരണങ്ങളും ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല, അതാത് സ്ഥാപനങ്ങളിൽ ഔദ്യോഗികമായി രേഖാമൂലം നൽകിയവയാണ്. ഇവയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ ഈ വിഷയം നിയമപരമായി പരിഗണനയിലായതിനാൽ കേസിന്റെ വിശദങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്റെ പ്രേക്ഷകരോടും ഈ വിഷയത്തിൽ ആശങ്കപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രക്രിയ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. കൂടുതൽ വിവരങ്ങൾ ഉചിതമായ ഘട്ടത്തിൽ പങ്കുവെക്കുന്നതായിരിക്കും. നന്ദി, ജീവാലക്ഷ്മി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഡോക്ടർ നിലൂഫർ എന്തായാലും ഇതിന് ഉത്തരം പറഞ്ഞാൽ പറ്റും. കാരണം ഇവരുടെ ടോട്ടൽ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കല്യാണി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു ക്ലിനിക് എന്ന നിലയിലും യാതൊരു വിധ രജിസ്ട്രേഷനും ഇല്ലാതെയായിരുന്നു ഡോക്ടർ നിലൂഫർ ഖാനും Therefore I am എന്ന് പറയുന്ന ക്ലിനിക്കും ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത് എന്നതിനുള്ള ഉത്തരം കിട്ടിയേ പറ്റും. രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥാപനം ഇത്രയും കാലം ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതും ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം. എന്തായാലും ഡോക്ടർ നിലൂഫറിന്റെ മറുപടിക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. വിദേശത്ത് പഠിച്ചതുമായും തന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടും ഡോക്ടർ
നിലൂഫർ പണ്ട് തന്നെ വെളിപ്പെടുത്തൽ നടത്തിയതാണ്. താനൊരു ഡെർമറ്റോളജിസ്റ്റ് ആണെന്ന് നിലൂഫർ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല. മറ്റു ഡെർമറ്റോളജിസ്റ്റുകളും അവരുടെ ക്ലിനിക്കിൽ ഉണ്ടാവല്ലോ. ട്രീറ്റ്മെന്റ് എടുക്കുന്നതും മരുന്ന് എഴുതി കൊടുക്കുന്നതും എല്ലാം അവർ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ നിലൂഫർ ഒരുപാട് രോഗികളെ കാണുന്നുണ്ട്, അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ രജിസ്റ്റർ ഇല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. സോ രജിസ്റ്റർ ഇല്ലാതെയാണ് ഇത്രയും കാലം ചികിത്സിച്ചിരുന്നത് എന്നതിന്റെ പ്രോപ്പർ മറുപടി ഡോക്ടർ നിലൂഫർ തന്നെ നൽകേണ്ടിയിരിക്കുന്നു. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷൻ ചെയ്ത രേഖകളൊന്ന് പബ്ലിക് ആക്കിയാൽ മാത്രം മതി. അതോടെ കല്യാണിയുടെ എല്ലാ വാദങ്ങളും അങ്ങോട്ട് പൊളിഞ്ഞു വീഴും. എന്തായാലും അധികം വൈകാതെ തന്നെ കല്യാണിക്കുള്ള മറുപടിയുമായി ഡോക്ടർ നിലൂഫർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഡോക്ടർ നിലൂഫർ ഇനി ഫ്രോഡാണെന്ന് തെളിഞ്ഞാൽ പോലും കല്യാണി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് അതൊന്നും ന്യായീകരണമാവില്ല കേട്ടോ. യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെയാണ് ഈ കണ്ട ബ്യൂട്ടി പ്രൊഡക്റ്റുകളെല്ലാം കല്യാണി പ്രൊമോട്ട് ചെയ്തിരുന്നത്. അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇതിപ്പോ ഡോക്ടർ നിലൂഫറുമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളാബ് എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഡോക്ടർ നിലൂഫറിന്റെ ക്വാളിഫിക്കേഷനോ രജിസ്ട്രേഷനോ ഒന്നും കല്യാണിക്ക് ഒരു പ്രശ്നമേ ആവില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകം കണ്ട ഏറ്റവും നല്ല സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയി കല്യാണി ഡോക്ടർ നിലൂഫറിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഡോക്ടർ നിലൂഫർ ഉടായ്പാണെന്ന് തെളിഞ്ഞാലും കല്യാണം നന്മമരമാവില്ല എന്നർത്ഥം. അത് മാത്രമല്ല ഡോക്ടർ നിലൂഫറിനെതിരെ കല്യാണി പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്കറിയില്ല. പ്രോപ്പറായ തെളിവുകൾ കണ്ടാൽ മാത്രം ഇതെല്ലാം സത്യമാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റത്തുള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഡോക്ടർ നിലൂഫറിന്റെ മറുപടി വരുന്നത് പ്രകാരം ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കിട്ടാൻ സാധ്യതയുണ്ട്. അന്നേരം നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.